നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ.പി. രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അധികം മികച്ച പ്രകടനം വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനു മുമ്പത്തെ സീസണുകളിലെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് കെ.പി. രാഹുൽ. എന്തായാലും രാഹുലിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജോർജ് പെരേര ഡയസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചായിരുന്നു മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയത്. എന്നാൽ 2 സീസണുകളിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ട് ഇപ്പോൾ മുംബൈ എഫ് സിയിൽ നിന്ന് ബാംഗ്ലൂർ എഫ് സിയിലേക്ക് പോകുകയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ എഫ് സിയിൽ താരം മികച്ച രീതിയിൽ കളിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയി മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി 2 സീസണുകളിൽ മികച്ച ഗോളുകളും മികച്ച അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുള്ള താരമാണ് ഡയസ്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കറിനെ നോട്ടമിട്ടിട്ടുണ്ടെന്നും താരത്തിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ജോർജിസ് മനാലിസ് എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന ഒരു താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മാർക്കറ്റ് വാല്യൂ 3.6 കോടി രൂപയോളം വരും. എന്തായാലും കാത്തിരിക്കാം.